വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 12-ാമത്തെ വാക്യമാണല്ലോ ഇന്നലെ നമ്മൾ അല്പമായി ചിന്തിച്ചത്. ഇന്ന് അതിൻ്റെ ബാലൻസ് ഭാഗം നമുക്ക് പഠനത്തിന് വിധേയമാക്കാം. വെളിപ്പാട് പുസ്തകം 3:12 5 വിധ കാര്യങ്ങളാണ് നമുക്ക് കാണുന്നത്. 1, ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും. 2, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകുകയില്ല. ഈ 2 പോയിൻറ്റുകൾ നമ്മൾ ഇന്നലെ പഠിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് 3, 4, 5 പോയിൻ്റാണ്. അതിൽ 3-ാമത്തെ പോയിൻ്റ്, വിശ്വസ്ത സാക്ഷികളുടെ മേൽ ദൈവത്തിൻ്റെ നാമം എഴുതുക. ദൈവത്തിൻ്റെ നിത്യമായ പ്ലാൻ ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നു. ഒരു വിശ്വാസി ക്രിസ്തുവിനോട് സാദൃശ്യമാകുക അഥവാ പ്രതിരൂപമായി രൂപാന്തരപ്പെടുക എന്നതാണ് ദൈവത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. 1 യോഹന്നാൻ 3:2. ഫിലദൽഫിയ സഭയിൽ ജീവിതകാലം മുഴുവൻ വിശ്വസ്ത സേവനം ചെയ്ത പുരോഹിതനെ ബഹുമാനിക്കുവാൻ ദൈവാലയത്തിൽ ഒരു പുതിയ തൂണ് സ്ഥാപിച്ച് അതിന്മേൽ ആ പുരോഹിതൻ്റെയും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയും പേര് എഴുതി വയ്ക്കുക എന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇതുപോലെ യേശുക്രിസ്തു സത്യവിശ്വാസികളായ തൻ്റെ പുരോഹിതന്മാരുടെ മേൽ സ്വർഗത്തിലെ പിതാവായ ദൈവത്തിൻ്റെ നാമം എഴുതും. വെളിപ്പാട് പുസ്തകം 14:1 ഇസ്രായേലിലെ രക്ഷിതഗണമായ 1,40,000 പേരുടെ നെറുകയിൽ അഥവാ നെറ്റിയിൽ കുഞ്ഞാടിൻ്റെ നാമവും ദൈവത്തിൻ്റെ നാമം എഴുതപ്പെട്ടിരിക്കും. നെറ്റിയിൽ മൃഗത്തിൻ്റെ മുദ്രയുള്ളവർ നിത്യശിക്ഷയ്ക്ക് വിധേയരാകുമ്പോൾ ദൈവത്തിൻ്റെ നാമം എഴുതപ്പെട്ടവർ സുരക്ഷിതരായിരിക്കും. വെളിപ്പാട് 9:4. 4-ാമതായി വെളിപ്പാട് പുസ്തകം 3:12 നമ്മൾ കാണുന്നത് പുതിയ യെരുശലേമിൻ്റെ നാമം എഴുതുക. ഗലാത്യലേഖനം 4:26 പുതിയ യെരുശലേമിൻ്റെ നാമം എന്നത് വിശുദ്ധ നഗരത്തിൽ വിശുദ്ധന്മാർക്ക് ലഭിക്കാൻ പോകുന്ന സ്ഥാനത്തെ കുറിക്കുന്നു. ഫിലിപ്പിലേഖനം 3:20 ഇത്തരണത്തിൽ ചേർത്ത് പഠിക്കേണ്ടതാണ്. പുതിയ നഗരവാസികൾ വിശുദ്ധന്മാർ മാത്രമാണ്. പിതാവ് നമുക്ക് ലോകസ്ഥാപനത്തിന് മുമ്പേ ഒരുക്കിയിരിക്കുന്നതും നാം കാത്തിരിക്കുന്നതുമായ നഗരമാണിത്. ഈ നഗരത്തെക്കുറിച്ചുള്ള വിശാലമായ വിവരണം വെളിപ്പാട് പുസ്തകം 21:9 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങളിൽ വർണ്ണിച്ചിട്ടുണ്ട്. പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിക്കും. കുഞ്ഞാട് അതിലെ വിളക്ക്. അവിടെ വിശുദ്ധന്മാരുടെ മേൽ നഗരത്തിൻ്റെ നാമം തന്നെ എഴുതിയിരിക്കും. പ്രസ്തുത നാമം അവരുടെ ജീവിതകാലത്ത് ക്രിസ്തുവിന് വേണ്ടി വിശുദ്ധരായി ജീവിച്ചു എന്നത് യാഥാർത്ഥ്യം എടുത്തു കാണിക്കുന്നു. 5-ാമതായി ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ക്രിസ്തുവിൻ്റെ നാമം ധരിക്കുക അഥവാ ക്രിസ്തുവിൻ്റെ നാമം എഴുതുക. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ നാമം വഹിക്കുക, ക്രിസ്തുവിനെ ദൈവവും കർത്താവുമായ ഹൃദയത്തിൽ അംഗീകരിക്കുക, അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക. എന്നാൽ നിത്യതയിൽ നാം എത്തിച്ചേരുമ്പോൾ ക്രിസ്തുവിൻ്റെ നാമം ധരിക്കും. ഭൂമിയിൽ നാം ആരുടെ നാമം വഹിക്കുന്നു, ആരെ ആരാധിക്കുന്നു എന്നത് പ്രധാന കാര്യമാണ്. ഗലാത്യലേഖനം 6:17 ക്രിസ്തുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. ക്രിസ്തുവിൻ്റെ ചൂടടയാളം എന്ന് പറയണമെങ്കിൽ ക്രിസ്തുവിൻ്റെതല്ലാത്ത പല അടയാളങ്ങളും ആ കാലത്ത് ഉണ്ടായിരുന്നു. ഇവിടെ പറയുന്ന ചൂടടയാളം യേശു ക്രിസ്തുവിന് വേണ്ടി നിന്നപ്പോൾ തൻ്റെ ജീവിതത്തിൽ ശരീരത്തിൽ നേരിട്ട പീഡനങ്ങൾ ആയിരിക്കാം. നിത്യതയിൽ ലഭിക്കുന്ന നാമം വെളിപ്പാട് പുസ്തകം 19:16 രാജാതിരാജാവും കർത്താതി കർത്താവും എന്ന നാമം ആയിരിക്കാം. വെളിപ്പാട് പുസ്തകം 19:12 ഈ നാമത്തിൻ്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് ദൈവത്തിനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. വെളിപ്പാട് പുസ്തകം 3:13 വരുമ്പോൾ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവി ഉണ്ടായാൽ മാത്രം പോരാ, കേൾക്കാൻ കൂടെ തയ്യാറാകണം. കേട്ടാൽ മാത്രം പോരാ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നുള്ളത് ഇതിനു മുമ്പും നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ച് കേൾക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് വാക്യത്തോട് ഇവിടെ പറയുന്നു. നാളെ മുതൽ വെളിപ്പാട് പുസ്തകം 14 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങളിൽ ലബോദിക്ക സഭയ്ക്ക് എഴുതിയ ദൈവിക സന്ദേശങ്ങൾ നമുക്ക് പഠനത്തിന് വിധേയമാക്കാം. സർവ്വകൃപാലുവായിരിക്കും ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.